അതേപോലെ ടെസ ഭയങ്കര കുക്കിംഗ് ആന്നൊക്കെ കേട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി കുക്കിംഗ്. പിന്നെ ആനി ചേച്ചിയുടെ ചിക്കൻ കറിയാണ്, ഞാൻ കാശ്മീരി ചിക്കൻ കറിയാണ് ഞാൻ എന്റെ ഹസ്ബൻഡിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി സമ്മതിച്ചത്. ആക്ച്വലി അതുകൊണ്ട് മാത്രം അത്ര സ്വാദായിട്ട് ആഹാരം ഉണ്ടാക്കി കൊടുത്തോണ്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോ അവിടെ നിക്കാനല്ലേ പറയുന്നത്. അപ്പൊ പറയുന്നത് എന്താ പറയാ, എന്താ ടെസയുടെ ആഗ്രഹം, എനിക്ക് ഇതേപോലെ അപ്പയോ ഒരു ടെൻഷനും ഇല്ല. അതാ കണ്ടോ, അങ്ങനെയും ഗുണങ്ങൾ ആനീസ് കിച്ചൺ കൊണ്ടുണ്ട്. ആനി ചേച്ചിയുടെ ഒരു ബട്ടൂരയും ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല, അത് ട്രൈ ചെയ്യണം കേട്ടോ. ഭയങ്കര ടേസ്റ്റി ഒരു കഴിഞ്ഞ സീസണിലാണ്. അതാണ് ഞാൻ ഇത്രയും കണ്ടിന്യൂ. അപ്പൊ അതിനകത്ത് ആനി ചേച്ചി ഈ ബട്ടൂര ഉണ്ടാക്കുന്ന പറയുന്നത് കണ്ണാപ്പ കൊണ്ട് ഒരു കൂത്തങ്ങ് വെച്ച് കൊടുത്തേക്കണേ, നടു ഒന്ന് മുങ്ങിയില്ലെങ്കിൽ അത് വെച്ചാൽ കൂത്തങ്ങ് കൂത്തി അന്നേരം അത് പൊങ്ങി കൊടുക്കണം. എന്നാ പറയാ, ഇത് നമ്മൾ ഭയങ്കര നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ഞാൻ അത് കൂട്ട് തന്നെയാ ഞാൻ എന്റെ ഈ അടുക്കളയിൽ നിൽക്കുന്നുള്ളൂ, അത് മാറുകയല്ല. അങ്ങനെ പറഞ്ഞില്ല, ഇത് എല്ലാ വീടുകളിലുള്ള ഭാഷ തന്നെയാണ്. അതെ, ഭയങ്കര ഒരു അത് ഇങ്ങനെ ചേച്ചിയുടെ ഈ കോട്ടയം ഭാഷ ഉണ്ടല്ലോ, ഞാനും കോട്ടയത്തു നിന്നുള്ള, അപ്പൊ എനിക്കത് ഭയങ്കര ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് നാട് മിസ് ചെയ്യല, നമ്മുടെ ആൾക്കാരെ മിസ് ചെയ്യല. പക്ഷെ നമ്മളൊക്കെ ഇപ്പൊ പല സ്ഥലത്താ, പക്ഷെ നമ്മൾ ആ നാട്ടിലോട്ട് വരാനായിട്ട് കൊതിക്കുകയല്ലേ. ആ സത്യ എനിക്കത് ഇപ്പോഴും. പക്ഷെ ഞാൻ ജീവിക്കുന്ന സ്ഥലം അബുദാബി, അവിടെ ഇഷ്ടംപോലെ മലയാളികളുണ്ട്, മലയാളി കേരള ഫുഡും ഉണ്ട്, എല്ലാം റോയൽ ഫുഡ് ഇവിടെ നിന്നുള്ള എല്ലാ നല്ല സാധനങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നാട്ടിലെ മിസ്സിംഗ് ഒന്നുമില്ല അല്ലെ ഇപ്പൊ ദുബായിലില്ല, എല്ലാം നാട് പോലെ തന്നെ ഒരു റോയൽ കേരളയാണ് അവിടെ. അവിടെ ഇവിടെ എന്നാ പരിപാടി, മൂത്ത ആളിപ്പോ ബോർഡ്സ് എഴുതിക്കൊണ്ടിരിക്കുക 10th-ന്റെ, ചെറിയ ആള് 7th-ല്. ഓക്കെ, ബോർഡ്സ് എഴുതുന്ന ആൾക്ക് ടെൻഷനൊന്നുമില്ല. ഒരു ടെൻഷൻ അദ്ദേഹത്തിന് ഉണ്ടാവില്ല, അമ്മയ്ക്കോ? ഇല്ല എനിക്ക് ഹസ്ബൻഡ് ടെൻഷൻ ആയിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അവൻ മാനേജ് ചെയ്തോളും, പഠിച്ചോളും. വീട്ടിലുണ്ടെങ്കിലേ ഉള്ളൂ പ്രശ്നം. ഇപ്പൊ ഫസ്റ്റ് മൂവി കഴിഞ്ഞു, അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് വന്നു. ശരിക്കും ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഗ്യാപ്പായിരുന്നു. ആ സമയത്തൊക്കെ നമ്മുടെ ആരാധകരൊക്കെ ടെസ്സിനെ തിരിച്ചറിയുകയും ആ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ കേറിയില്ലേ, അപ്പൊ അതൊരു ലോസ് ആണോ, അയ്യോ ഞാൻ വിടണ്ടായിരുന്നെന്നോ, ഒരു റിഗ്രറ്റ് ആയിട്ട് തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലും? എന്നാന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ പറയുന്ന പോലെ ഈ കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്തൊന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് ഒന്നും അല്ലല്ലോ. നമ്മുടെ പരിപാടികളൊന്നും ഞാൻ ചിലപ്പോഴും ഓർക്കും ചെയ്ത ആങ്കർ ചെയ്തപ്പോ ഒന്നും യൂട്യൂബിലില്ല. ഇപ്പൊ എല്ലാവരും അപ്ലോഡ് ചെയ്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ഇൻവോൾവ്, എല്ലാം അറിയുന്നു. അപ്പൊ ഒന്നും അങ്ങനെ അല്ല. അതുകൊണ്ട് നമ്മളും ഭയങ്കര ഗ്രൗണ്ടഡ് ആയിരിക്കും എപ്പോഴും. നമ്മളെന്തോ ഒരു സംഭവം അതൊന്നും ആർക്കും. പിന്നെ മാത്രമല്ല അന്നൊക്കെ അപ്ഡേറ്റഡ് ആവുന്നില്ല. പിന്നെ അവിടെ അബുദാബിയിലൊക്കെ പോയപ്പോ ഇങ്ങനെ ഷോപ്സിലൊക്കെ ഇങ്ങനെ നടക്കുമ്പം ഹസ്ബൻഡുമായിട്ടൊക്കെ നടക്കുമ്പോ എല്ലാവരും വന്നിട്ട് അയ്യോ ടെസ് ഓട്ടോഗ്രാഫ് തരും, ഒന്ന് ഫോട്ടോ എടുക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴാണ് പുള്ളിയും തിരിച്ചറിയുന്നത്, ഓക്കെ കുറെ പേർക്ക് അറിയാലോ. അങ്ങനെ പുള്ളി അത് മനസ്സിലാക്കിയിട്ടാണോ? അതെ, അതോ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടാലന്റ്? അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമുള്ളത്, എനിക്ക് എപ്പോഴും ഞാൻ പറയുമായിരുന്നു എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ സ്റ്റോറിയും പറയായിരുന്നു, പണ്ട് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഫിലിമിൽ അഭിനയിക്കുക അല്ല, ഈ കരിയർ ഈ ഒരു ഫീൽഡ് വെദർ ഇറ്റ്സ് ആങ്കറിങ് ഓർ എനിത്തിങ്, എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ള പുള്ളിക്ക് അറിയാം. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തതെന്ന് കേട്ടോ. ശരി. Let's cook with love.